ബ്രിട്ടനിൽ അഭയം തേടി എത്തുന്നവർക്ക് ജീവിതത്തെക്കുറിച്ച് പലരും പലവിധ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഒരു കൂട്ടർ കരുതുന്നത് അഭയാർത്ഥിയായി എത്തുന്നവർക്ക് കഷ്ടപ്പാടാണ് കാത്തിരിക്കുന്നത്. കാരണം സ്വന്തം നാട്ടിൽ നിന്നും പുറപ്പെട്ടെത്തുന്നവർക്ക് ജീവിതം എളുപ്പമല്ല. എന്നാൽ മറ്റൊരു വശത്ത് ബ്രിട്ടനിലെ സർക്കാരിൻ്റെ സമീപനം നോക്കുമ്പോൾ ഇവർക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ പലപ്പോഴും നാട്ടുകാർക്ക് പോലും അസൂയ തോന്നിപ്പിക്കുന്നതാണ് എന്നതാണ് യാഥാർത്ഥ്യം. സാധാരണ ആളുകൾക്ക് കിട്ടാത്ത രീതിയിൽ ചില അഭയാർത്ഥികൾക്ക് സൗജന്യമായി താമസിക്കാൻ ആഡംബര ഹോട്ടലുകളും ദിവസേന ഭക്ഷണവും ചെറിയ പോക്കറ്റ് മണിയും നൽകപ്പെടുന്നു. സ്വന്തം നാട്ടിൽ വലിയ പ്രയാസങ്ങളാണ് സഹിച്ച് ഇവർ ജീവിക്കുന്നത്. എന്നാൽ ഇവിടെ എത്തിയാൽ ആഡംബര ഹോട്ടൽ മുറികളിൽ തന്നെ ജീവിതം തുടങ്ങുകയാണ്. നാട്ടുകാർക്ക് സ്വന്തം വീട്ടിലെ വാടക അടയ്ക്കാൻ പോലും വിയർക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് അവരുടെ നികുതിപ്പണം ഉപയോഗിച്ച് അഭയാർത്ഥികൾക്ക് ഇങ്ങനെ സൗകര്യങ്ങൾ ഒരുക്കുന്നതെന്ന് കേൾക്കുമ്പോൾ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെടുന്നതിൽ അത്ഭുതമൊന്നുമില്ല. കഴിഞ്ഞ മാസങ്ങളിൽ ലണ്ടനും മറ്റ് നഗരങ്ങളിലും നിരവധി ഹോട്ടലുകൾക്ക് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധത്തിന്റെ പ്ലക്കാർഡുകൾ ഉയർത്തി രംഗത്തെത്തിയിരുന്നു. അവർ ചോദിച്ചത് വളരെ നേരായൊരു ചോദ്യമാണ്. ഞങ്ങളുടെ നികുതിപ്പണം എങ്ങനെയാണ് സർക്കാർ വിനിയോഗിക്കുന്നത്? സ്വന്തം നാട്ടുകാർ തെരുവിലിരുന്ന് തണുപ്പിൽ മരിക്കുമ്പോൾ അഭയാർത്ഥികൾക്ക് 5 സ്റ്റാർ സൗകര്യങ്ങൾ എന്തിനാണ്? ഇത്തരം പശ്ചാത്തലത്തിലാണ് സുഡാനിൽ നിന്നുള്ള ഒരു അഭയാർത്ഥിയുടെ കഥ വാർത്തകളിൽ ഇടം നേടിയിരിക്കുന്നത്. ഇയാളിപ്പോൾ ലണ്ടനിലെ ഒരു ആഡംബര ഹോട്ടലിലാണ് താമസിക്കുന്നത്. അതുപോലും ബ്രിട്ടീഷ് സർക്കാരിന്റെ ചെലവിലാണ്. എന്നാൽ താമസം മാത്രമല്ല, അവിടെ നിന്ന് തന്നെ സ്വന്തം ബിസിനസ്സും അയാൾ നടത്തുകയാണ്. ഇയാളുടെ മുറിയിൽ നിന്നുള്ള ചിത്രങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടപ്പോൾ അത് വലിയ തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വിലപിടിപ്പുള്ള മാക്ബുക്ക് ലാപ്ടോപ്പുകൾ, ഐമാക് കമ്പ്യൂട്ടറുകൾ, 580 പൗണ്ട് വില വരുന്ന ലൂയി വിറ്റൻ വാലറ്റ്, പ്രശസ്ത ബ്രാൻഡുകളുടെ ഷോപ്പിംഗ് ബാഗുകൾ എല്ലാം അവിടെ ഉണ്ടായിരുന്നു. സാധാരണ ആളുകൾക്ക് അഭയാർത്ഥി എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്നത് ദുരിതത്തിൻ്റെ ഒരാളുടെ ചിത്രമാണ്. പക്ഷേ ഇവിടെ കണ്ടത് അതിൻ്റെ നേരെ വിപരീതമാണ്. ഒരാളുടെ വിജയകരമായ ടെക് ജീവിതം അതുപോലും സർക്കാരിൻ്റെ സൗജന്യ ഹോട്ടൽ റൂമിൽ നിന്നാണ്. അവൻ്റെ ജോലി സിലിക്കൺ വാലി സ്റ്റൈൽ പിച്ച് ഡെക്കുകൾ തയ്യാറാക്കി കോർപ്പറേറ്റ് ക്ലയൻറ്റുകൾക്ക് നൽകുകയാണെന്ന് റിപ്പോർട്ടുകളിൽ പറയുകയാണ്. അതായത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ബ്രിട്ടീഷ് നികുതിദായകരുടെ പണത്തിൽ ഒരുക്കിയ സൗജന്യ ഓഫീസിൽ നിന്നാണ് അദ്ദേഹം ലോകോത്തര ക്ലയന്റുകളെ കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം സ്വയം പറഞ്ഞതുപോലെ സ്വവർഗാനുരാഗിയായതിനാൽ തൻ്റെ നാട്ടിൽ പീഡനം നേരിട്ടതിനാലാണ് ഇയാൾ ബ്രിട്ടനിൽ അഭയം തേടിയത്. എന്നാൽ അതൊരു നിയമപരമായ അവകാശവാദമാണോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, നിയമപരമായി തെളിയിക്കാനാവില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. ഇതാണ് നാട്ടുകാരെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത്. കാരണം തൻ്റെ സ്ഥാനം തന്നെ നിയമപരമായി സംശയകരമായിരിക്കുമ്പോൾ 2 വർഷമായി അദ്ദേഹം ഹോട്ടലിൽ സൗജന്യമായി താമസിക്കുകയും ഒരു പൈസ പോലും നികുതി അടയ്ക്കാതെ കോടികളുടെ വരുമാനം സ്വന്തമാക്കുകയും ചെയ്യുന്നു. അവൻ്റെ ഭാര്യ ഇപ്പോഴും ദുബായിലെ ഒരു പ്രമുഖ ധനകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു എന്ന വാർത്തയും പുറത്തു വന്നപ്പോൾ പ്രതിഷേധം കൂടുതൽ ശക്തമായി. നാട്ടുകാർ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ജീവിക്കാൻ പേടിച്ച് രക്ഷപ്പെടുന്നവർക്കാണ് അഭയം നൽകേണ്ടത്, പക്ഷേ ഇവിടെ ജീവിക്കുന്നത് ആഡംബര ജീവിതം ആസ്വദിക്കാനാണ് എന്ന് തെളിയിക്കുന്നവർക്ക് ഇത്ര സൗകര്യം എന്തിനാണ്? സാധാരണയായി ബ്രിട്ടനിലെ അഭയാർത്ഥികൾക്ക് സർക്കാർ നൽകുന്ന സൗകര്യം വളരെ പരിമിതമാണ്. താമസവും ദിവസേന ഭക്ഷണവും ചെറിയൊരു പോക്കറ്റ് മണിയും. ആഴ്ചയിൽ ഏകദേശം 49.18 പൗണ്ട് ഇത്രയേ ഉള്ളൂ. എന്നാൽ ഈ സുഡാനീസ് അഭയാർത്ഥിയുടെ ജീവിതം അതിനേക്കാൾ പലപടി ഉയർന്നതാണ്. മുറിയിലെ വൈഫൈ, കമ്പ്യൂട്ടറുകൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ എല്ലാം ചേർന്ന് ഒരു പക്ഷേ നാട്ടിലെ പല യുവാക്കൾക്കും സാധിക്കാത്ത രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. അയോണി ഏതാണെന്നാൽ ബ്രിട്ടനിലെ സ്വന്തം യുവാക്കളുടെ പലർക്കും മികച്ച വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ജോലിയില്ലാത്തതിനാൽ വാടക അടയ്ക്കാനും ഭക്ഷണം ഉറപ്പാക്കാനും കഴിയാതെ വരുമ്പോൾ അഭയാർത്ഥി എന്ന പേരിൽ എത്തിയവർക്ക് സ്റ്റാർ ഹോട്ടൽ സൗകര്യം ലഭിക്കുന്നതാണ്. നാട്ടുകാർ പറയുന്നു, ഇതൊരു പക്ഷേ ഏറ്റവും വലിയ അനീതിയാണ്. നമ്മൾ അടിക്കുന്ന നികുതിക്കാണ് ഇവർക്ക് കൊടുക്കുന്നത്, എന്നാൽ തിരിച്ചടിയായി കിട്ടുന്നത് കുറ്റകൃത്യങ്ങളും പ്രശ്നങ്ങളും മാത്രമാണ്. ഈ വിമർശനങ്ങൾക്ക് പിന്നിൽ കാരണങ്ങളില്ലാതില്ല. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഹോട്ടലുകളിൽ താമസിക്കുന്ന അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട നിരവധി ഗുരുതര കുറ്റകൃത്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസം 14 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഒരാൾ അറസ്റ്റിലായി. അത് വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ 3 വർഷത്തിനിടെ ഹോട്ടലുകളിൽ താമസിക്കുന്ന 41 കുടിയേറ്റക്കാർക്കെതിരെ 90-ലധികം ക്രിമിനൽ കേസുകളും രജിസ്റ്റർ ചെയ്തതായി സർക്കാരിൻ്റെ റിപ്പോർട്ടുകൾ തന്നെ പറയുകയാണ്. ലൈംഗികാതിക്രമം, തീവെപ്പ്, മോഷണം, കവർച്ച, ആക്രമണം, മയക്കുമരുന്ന് വ്യാപാരം തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നീളുന്ന പട്ടികയാണുള്ളത്. ഇതിനോടൊപ്പം നാട്ടുകാർ ഇങ്ങനെ കൂടി ചോദിക്കുന്നുണ്ട്: ഇവിടെ താമസിക്കുന്നത് നമ്മുടെ സുരക്ഷയ്ക്കാണോ, നമ്മുടെ സുരക്ഷ തന്നെ അപകടത്തിലാക്കാനാണോ എന്ന്. പ്രതിഷേധങ്ങൾ പലപ്പോഴും ബ്രിട്ടനിലെ പല ഭാഗങ്ങളിലും വ്യാപിച്ചിരിക്കുകയാണ്. ഹോട്ടലുകളുടെ മുന്നിൽ നാട്ടുകാർ വലിയ കൂട്ടമായി ചേരുകയും സർക്കാരിൻ്റെ നടപടിക്കെതിരെ മുദ്രാവാക്യം മുഴക്കുകയും ചെയ്യുന്നു.
ഞങ്ങളുടെ കുട്ടികൾക്ക് സർവകലാശാലയിൽ പഠിക്കാൻ സർക്കാർ വായ്പ പോലും നൽകാൻ മടിക്കുന്നു. എന്നാൽ അഭയാർത്ഥികൾക്ക് സൗജന്യമായ ഭക്ഷണവും വൈഫൈയും ആഡംബര മുറികളും കൊടുക്കുന്നു എന്നതാണ് അവരുടെ മുഖ്യമായ ആരോപണം. ചിലർ തുറന്നു പറയുന്നു, ഇത് അഭയാർത്ഥികൾക്ക് സഹായം നൽകുന്നതല്ല, മറിച്ച് ഹോട്ടൽ വ്യവസായത്തിനും സർക്കാരും ഇടയിൽ നടക്കുന്ന ഒരു വലിയ ബിസിനസ്സാണ്. ഹോട്ടലുകൾക്ക് കോടിക്കണക്കിന് പൗണ്ട് സർക്കാർ നൽകുന്നുണ്ട്. അതിൻ്റെ കഷ്ടം നാട്ടുകാരുടെ തലയിലാണ് വീഴുന്നത്. ഈ ആരോപണം കേൾക്കുമ്പോൾ പലർക്കും സർക്കാർ പദ്ധതികൾക്ക് പിന്നിൽ യാഥാർത്ഥ്യം എന്താണ് നടക്കുന്നതെന്ന് സംശയം തോന്നുകയാണിപ്പോൾ. അതേസമയം മനുഷ്യാവകാശ സംഘടനകൾക്ക് വേറൊരു നിലപാടുണ്ട്. അവരുടെ അഭിപ്രായത്തിൽ അഭയാർത്ഥികൾ സ്വന്തം നാട്ടിൽ ജീവൻ രക്ഷിക്കാൻ എത്തിയവരാണ്. അവർക്ക് മാനുഷികമായിട്ടുള്ള സൗകര്യങ്ങൾ നൽകുന്നത് രാജ്യത്തിൻ്റെ കടമയാണ്. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ മുഴുവൻ അഭയാർത്ഥി സമൂഹങ്ങളെയും കുറ്റക്കാരായി ചിത്രീകരിക്കരുത് എന്നതാണ് അവരുടെ വാദം. അവർ പറയുന്നത് ബ്രിട്ടനിൽ എത്തിയ അഭയാർത്ഥികളിൽ ഭൂരിഭാഗം യഥാർത്ഥത്തിൽ രക്ഷപ്പെടാനാണ് വന്നിരിക്കുന്നത്. അവരുടെ പശ്ചാത്തലം, അവരുടെ വേദന, അവരുടെ അഭയം ഇവയെല്ലാം കൂടി നോക്കാതെ രണ്ട് സംഭവങ്ങളുടെ പേരിൽ ഒരു സമൂഹത്തെ മുഴുവൻ കുറ്റപ്പെടുത്തുന്നത് നീതികേടല്ലേ എന്നാണ്. എന്നാൽ നാട്ടുകാർക്ക് അത് കേൾക്കാൻ താല്പര്യവുമില്ല. കാരണം ദിനംപ്രതി കാണുന്നത് തെരുവുകളിൽ കഴിയുന്ന സ്വന്തം പൗരന്മാരെയും ഹോട്ടലുകളിൽ കഴിയുന്ന അഭയാർത്ഥികളെയും തമ്മിലുള്ള വ്യത്യാസമാണ്. അവസാനം മുന്നിൽ നിൽക്കുന്ന ആ വലിയ ചോദ്യം ഇതാണ്: ബ്രിട്ടൻ ഇത്തരം പദ്ധതികൾ തുടരേണ്ടതുണ്ടോ? ഒരു വശത്ത് രാജ്യത്തിൻ്റെ മനുഷ്യാവകാശങ്ങളുടെ ബാധ്യതയുണ്ട്. യുദ്ധം, രാഷ്ട്രീയ പീഡനം, ലിംഗഭേദം, മതപീഡനം തുടങ്ങിയ കാരണങ്ങളാൽ നാട്ടിൽ നിന്ന് പുറത്താക്കേണ്ടി വരുന്നവരെ സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം ബ്രിട്ടൻ ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാൽ മറുവശത്ത് സ്വന്തം പൗരന്മാരുടെ ക്ഷേമവും സുരക്ഷയും നോക്കേണ്ട കടമയും അവർക്കുണ്ട്. നാട്ടുകാർ പറയുകയാണ്, അഭയം കൊടുക്കുക, പക്ഷേ ആഡംബര ഹോട്ടലുകളിലല്ല, നിയന്ത്രിത ക്യാമ്പുകളിലും അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടിയ താമസ കേന്ദ്രങ്ങളിലുമാക്കണം. മറ്റു ചിലർ ഇങ്ങനെ കൂടി ചോദിക്കുന്നുണ്ട്: ജീവിക്കാൻ പേടിച്ച് നാട്ടിൽ നിന്ന് വന്നവർക്ക് 2 വർഷം സൗജന്യ ഹോട്ടൽ താമസവും ലോകോത്തര ബിസിനസ് നടത്താനുള്ള അവസരവും വേണോ? സർക്കാർ ഇതിന് എങ്ങനെയാണ് മറുപടി നൽകുന്നതെന്ന് കാത്തിരിക്കുകയാണ് എല്ലാ ജനങ്ങളും ബ്രിട്ടനിലേത്.